ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സംഖ്യാപുസ്തകം എന്ന വിഷയത്തിൻ്റെ 3-ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവമേ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ 4-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വചനം വരെ നമ്മൾ വായിച്ച് ധ്യാനിപ്പാനിടയായി തീർന്നു. നാം ഈ സെക്ഷനിൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്ത തുടരുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ വിഷയം എന്നുള്ളത് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ ഈ ശങ്കാസമ്മതമായ നിയമം അഥവാ എന്താ പറയുക, നമ്മളിവിടുത്തെ സംശയപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പ്രമാണം കൊടുക്കുകയാണ്. 2-ാമത്തെ ഭാഗം 5-ന്റെ 1 മുതൽ 10 വരെ ശുദ്ധീകരണ നിയമങ്ങളും കുറ്റസമ്മതവുമാണെങ്കിൽ 5-ന്റെ 11 മുതൽ 31 വരെയാണ് ശങ്കാസമ്മതമായ നിയമങ്ങളുള്ളത്. അപ്പോൾ നമുക്കത് രണ്ടും ഒന്ന് എന്താ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. 5-ന്റെ 1 മുതൽ 10 വരെ ശുദ്ധീകരണവും കുറ്റസമ്മതവും, 5-ന്റെ 11 മുതൽ 31 വരെ ശങ്കാസമ്മതമായ നിയമം. ഇതാണ് ഇതിൻ്റെ അദ്ദേഹത്തിലെ പ്രധാനപ്പെട്ട പ്രതിവാദ വിഷയം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, സകല കുഷ്ഠരോഗിയെയും സകല സ്രവക്കാരനെയും ശവത്താൽ അശുദ്ധനായ യവനെയും പാളയത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുക. ആണായാലും പെണ്ണായാലും അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കണം. ഞാൻ അവരുടെ മധ്യേ വസിക്കിയാൽ അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. ഞാൻ അവരുടെ മധ്യേ വസിക്കിയാൽ എന്ത് ചെയ്യരുത്? അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. ഇവിടെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ദൈവം നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളാകുന്ന ഈ പാളയത്തെ, നമ്മളാകുന്ന ഈ മന്ദിരത്തെ അശുദ്ധമാക്കാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്ത് അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. ദൈവം നമ്മോട് കൽപ്പിക്കുന്ന പോലെ പ്രവർത്തിക്കാനായിട്ട്, നമ്മെ സമർപ്പിക്കുവാനായിട്ട് ഈ പാഠം പഠിക്കുമ്പോൾ ദൈവം സഹായിക്കുമാറാകട്ടെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ നടപ്പുള്ള വല്ല പാവവും ചെയ്തിട്ട് കുറ്റക്കാരായാൽ ചെയ്ത പാവം അവർ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ 5-1 കൂട്ടി തങ്ങളുടെ അകൃത്യം ചെയ്തതിന് പകരം കൊടുക്കണമെന്നാൽ അകൃത്യത്തിന് പ്രതിശാന്തി വാങ്ങുവാൻ അവന് ചാർച്ചക്കാരനില്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി യഹോവയ്ക്ക് കൊടുക്കുന്നത് പുരോഹിതനായിരിക്കണം. അതുകൂടാതെ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനുള്ള പ്രായശ്ചിത്തത്തിൻ്റെ ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. ഇസ്രായേൽ മക്കൾ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും ഉദർച്ചയായതൊക്കെയും അവനിരിക്കണം. ആരെങ്കിലും ശുദ്ധീകരിച്ചർപ്പിക്കുന്ന വസ്തുക്കൾ അവനുള്ളവയായിരിക്കണം. ആരെങ്കിലും പുരോഹിതന് കൊടുക്കുന്നതെല്ലാം അവനുള്ളതായിരിക്കണം. അവിടെ തെറ്റ് ചെയ്തവനുള്ളതായ മാനസാന്തരപ്പെടുവാനായിട്ട് അനുഭവിക്കാനുള്ളതായ അവസരവും അതിൻ്റെ പ്രതിശാന്തിയെക്കുറിച്ച് കാര്യങ്ങളോട് പറയുകയാണ്. എന്നിട്ട് 11-ാം വാക്യം വീണ്ടും തുടങ്ങുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. 11-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ ശങ്കസംബന്ധമായ കാര്യങ്ങളാണ്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് നിന്നാൽ വല്ല പുരുഷൻ്റെയും ഭാര്യ പിഴച്ച് അവനോട് ദ്രോഹിച്ച് ഒരുത്തൻ അവളോട് കൂടെ ശയിക്കുകയും അത് അവളുടെ ഭർത്താവിന് വെളിപ്പെടാതെ മറവായിരിക്കുകയും അവൾ അശുദ്ധയാകുകയും അവൾക്ക് വിരോധമായി സാക്ഷിയില്ലാതിരിക്കുകയും അവൾ ക്രിയയിൽ പിടിവിടാതിരിക്കുകയും ശങ്കാവിഷം അവനെ ബാധിച്ച് ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധിയായിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധിയല്ലാതിരിക്കുകയും ചെയ്താൽ ആ പുരുഷൻ ഭാര്യയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ചെല്ലണം. അവൾക്ക് വേണ്ടി വഴിപാടായിട്ട് ഒരിടങ്ങഴി യവപ്പൊടിയും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കം ഇടുകയും അരുത്. അത് സംശയത്തിൻ്റെ ബോധനയാകുമല്ലോ, അപരാധ ജ്ഞാപകമായ ബോധനയാകം തന്നെ. പുരോഹിതൻ അവളെ അടുക്കൽ വരുത്തി യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പുരോഹിതൻ ഒരു മൺപാത്രത്തിൽ വിശുദ്ധജലം എടുക്കണം. പുരോഹിതൻ
തിരുനിവാസത്തിൻ്റെ നിലത്തെ പൊടി കുറെ എടുത്ത് വെള്ളത്തിലിടണം. പുരോഹിതൻ സ്ത്രീയെ യഹോവയുടെ സന്നിധിയിൽ നിർത്തി അവളുടെ തലമുടി അഴിച്ച് അപരാധ ജ്ഞാപകത്തിൻ്റെ ബോധനയാഗം അവളുടെ കയ്യിൽ വയ്ക്കണം. പുരോഹിതൻ്റെ കയ്യിൽ ശാപകരമായ കയ്പ് വെള്ളവും ഉണ്ടായിരിക്കണം. പുരോഹിതൻ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് പറയേണ്ടത്, ആരും നിന്നോടുകൂടെ ശയിക്കുകയും നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ അശുദ്ധിയിലേക്ക് തിരികെ ചെയ്തിട്ടില്ല എങ്കിൽ ശാപകരമായ കയ്പ് വെള്ളത്തിൻ്റെ ദോഷം നിനക്ക് വരാതിരിക്കട്ടെ. നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ പിഴച്ച് അശുദ്ധമാകുകയും നിന്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ നിന്നോടുകൂടെ ശയിക്കിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുരോഹിതൻ സ്ത്രീയെ കൊണ്ട് ശാപസത്യം ചെയ്യിച്ച് അവളോട്, യഹോവ നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ഉദരം വീർപ്പിക്കുകയും ചെയ്തു നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നെ ശാപവും പ്രാക്കും ആക്കി തീർക്കട്ടെ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർപ്പിക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്യും എന്ന് പറയണം. എന്ന് സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പുവെള്ളത്തിൽ കഴുകി കലക്കണം. അവൻ ശാപകരമായ കയ്പ് വെള്ളം സ്ത്രീയെ കുടിപ്പിക്കണം. ശാപകരമായ വെള്ളം അവൾ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംശയത്തിൻ്റെ ബോധനയാഗം വാങ്ങി യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്ത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. പിന്നെ പുരോഹിതൻ ബോധനയാഗത്തിൻ്റെ ഒരു പിടി എടുത്ത് യാഗപീഠത്തിന്മേൽ നിവേദ്യമായി ദഹിപ്പിക്കണം. അതിനുശേഷം സ്ത്രീയെ ആ വെള്ളം കുടിപ്പിക്കണം. അവൾ അശുദ്ധിയായി തൻ്റെ ഭർത്താവോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെള്ളം കുടിപ്പിച്ച ശേഷം ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. അവളുടെ ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും സ്ത്രീ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ശാപഗ്രസ്തയായിരിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അശുദ്ധിയാകാതെ നിർമ്മലയാകുന്നെങ്കിൽ അവൾക്ക് ദോഷം വരികയില്ല. അവൾ ഗർഭം ധരിക്കും. ഇതാകുന്നു പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണം. ഒരു സ്ത്രീ ഭർത്താവ് ഉണ്ടായിരിക്കെ പിഴച്ച് അശുദ്ധിയാകുകയോ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയോ ചെയ്തിട്ട് അവളെ യഹോവയുടെ സന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ പ്രമാണമൊക്കെയും അവളിൽ നടത്തണം. എന്നാൽ പുരുഷൻ അകൃത്യത്തിൽ ഓഹരിക്കാരനാകുകയില്ല, സ്ത്രീയോ തൻ്റെ അകൃത്യം വഹിക്കും. അവിടെ സംശയാന്തമായ കാര്യങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായ പ്രമാണം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ 6-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിവാദി വിഷയം എന്നുള്ളത് നമുക്കറിയാം. 6-ാം അധ്യായത്തിൽ നാസിർ വ്രതസ്ഥൻ്റെ നിയമമാണ്. ഇവൻ യഹോവയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതായ നാസിർ വ്രതം എന്ന ആ വിശേഷവിധിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണം നൽകുകയാണ്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശാന്തമായി വായിച്ച് മനസ്സിലാക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസിർ വ്രതം എന്ന വിശേഷവിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിൻ്റെ കാടിയും മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും വരുത്. തൻ്റെ നാസിർ വ്രതകാലത്തൊക്കെയും കുരി തൊട്ട് തുലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. നാസിർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തുടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തേണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിൻ്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത്. അവൻ്റെ ദൈവത്തിൻ്റെ നാസിർ വ്രതം അവൻ്റെ തലയിലിരിക്കുന്നു. നാസിർ വ്രതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു. അവൻ്റെ അടുക്കൽ വെച്ച് വല്ലവനും പെട്ടെന്ന് മരിക്കുകയും അവൻ്റെ നാസിർ വ്രതമുള്ള തലയെ അശുദ്ധമാക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ശുദ്ധീകരണ ദിവസത്തിൽ തല ക്ഷൗരം ചെയ്യണം. 7-ാം ദിവസം അവൻ ക്ഷൗരം ചെയ്യണം. 8-ാം ദിവസം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവുംകുഞ്ഞിനെയോ പുരോഹിതൻ്റെ അടുക്കൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതന് ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിച്ച് ശവത്താൽ അവൻ പിഴച്ചത് കൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അവൻ്റെ തല അന്ന് തന്നെ ശുദ്ധീകരിക്കണം. അവൻ വീണ്ടും തൻ്റെ നാസിർ വ്രതത്തിൻ്റെ കാലം യഹോവയ്ക്ക് വേർതിരിച്ച് 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ അകൃത്യയാഗമായി കൊണ്ടുവരണം. അവൻ്റെ നാസിർ വ്രതം അശുദ്ധമായി പോയതുകൊണ്ട് മുമ്പിലത്തെ കാലം തള്ളിപ്പോകണം. വ്രതസ്ഥൻ്റെ പ്രമാണമാവിത്. അവൻ്റെ നാസിർ വ്രതത്തിൻ്റെ കാലം തികയുമ്പോൾ അവൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരണം. അവൻ യഹോവയ്ക്ക് വഴിപാടായി ഹോമയാഗത്തിന് 1 വയസ്സ് പ്രായമുള്ള ഊണമില്ലാത്തൊരു ആണാട്ടിൻകുട്ടി, പാപയാഗത്തിന് 1 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട്ടിൻകുട്ടി, സമാധാനയാഗത്തിന് ഊണമില്ലാത്ത ഒരു ആട്ടുകൊറ്റൻ, ഒരു കുട്ടയിൽ എണ്ണ ചേർത്ത് നേരിയ മാവുണ്ടാക്കിയ പുളിപ്പില്ലാത്ത ദോശ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വട എന്നിവയും അവയുടെ ബോധനയാഗവും പാനീയാഗങ്ങളും അർപ്പിക്കണം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിക്കണം. അവൻ ആട്ടുകൊറ്റനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടെ കൂടെ യഹോവയ്ക്ക് സമാധാനയാഗമായി അർപ്പിക്കണം.
പുരോഹിതൻ അതിൻ്റെ ബോധനയാഗവും പാനീയാഗവും കൂടെ അർപ്പിക്കണം. പിന്നെ വ്രതസ്ഥൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തൻ്റെ വ്രതമുള്ള തല ക്ഷവരം ചെയ്ത് തൻ്റെ വ്രതമുള്ള തലമുടി എടുത്ത് സമാധാനയാഗത്തിന് കീഴിലുള്ള തീയിലിടണം. വ്രതസ്ഥൻ തൻ്റെ വ്രതമുള്ള തല ക്ഷവരം ചെയ്ത ശേഷം പുരോഹിതൻ ആട്ടുകൊറ്റൻ്റെ വേവിച്ച കൈക്കുറകും കുട്ടിയിൽ നിന്നുള്ള പുളിപ്പില്ലാത്ത ദോശയും പുളിപ്പില്ലാത്ത വടയും എടുത്ത് അവയെ വ്രതസ്ഥന് കയ്യിൽ വധിക്കണം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ഇത് നീരാജനം ചെയ്ത നെഞ്ചോടും ഉദർച്ച ചെയ്ത കൈക്കുറകോടും കൂടെ പുരോഹിതന് വേണ്ടി വിശുദ്ധമാകുന്നു. അതിന് ശേഷം വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം. നാസിർ വ്രതം ദീക്ഷിക്കുന്ന വ്രതസ്ഥൻ്റെയും അവൻ തൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുന്നത് കൂടാതെ തൻ്റെ നാസിർ വ്രതം ഹേതുവായി യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടിൻ്റെയും പ്രമാണം ഇതുതന്നെ. അവൻ ദീക്ഷിച്ച വ്രതം പോലെ തൻ്റെ നാസിർ വ്രതത്തിൻ്റെ പ്രമാണത്തിന് അനുസരണമായി തന്നെ അവൻ ചെയ്യണം. തീരുമാനങ്ങൾ ദിവസത്തിലെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിൻ്റെ വ്യവസ്ഥ പ്രകാരം കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഇവൻ സ്വയം എടുക്കുന്ന തീരുമാനമാണ്. ഞാൻ കർത്താവിൻ്റെ സ്ഥലത്ത് ഇന്നത് ചെയ്യാം എന്ന് പറയുന്നവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അതിൻ്റെ വ്യവസ്ഥ പോലെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യഹോവ പിന്നെയും മോശയുടെ അരുളി ചെയ്ത് നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്നാൽ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചതിനോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പോൾ ഇവിടെ നാസിർ വ്രതസ്ഥൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒടുവിൽ അവരെ ജനത്തെ അനുഗ്രഹിക്കുന്നതായ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അടുത്തത് 7-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിലെ ഏകദേശം 89 വാക്യമുണ്ട്. ഈ 89 വാക്യത്തിൽ പ്രഭുക്കന്മാരുടെ വഴിപാടുകളെക്കുറിച്ചുള്ളതായ ഒരു പ്രമാണമാണ് അവിടെ കാണുന്നത്. നമുക്ക് അല്പമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. മോശ തിരുനിവാസം നിവൃത്തി കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്തു. ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകലപാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തരും ഓരോ കാളയും, ഇങ്ങനെ കൂടുതലുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട് അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ, അവയെ ലേവ്യരിൽ ഓരോരുത്തരും അവനവൻ്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണമെന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയും അവൻ ഗെർശോന്യർക്കും അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയും അവൻ മെരാര്യർക്ക് പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഇതാമാരുടെ കീഴെ അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന് മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട് യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താന്താൻ്റെ വഴിപാട് കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദാ ഗോത്രത്തിലെ അമിനാദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കം ഉള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കൗലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായിട്ട് 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമിനാദാബിൻ്റെ മകനായ നഹശോന്റെ വഴിപാട്. 2-ാം ദിവസം ഇസ്സാക്കാരിന്റെ മക്കളുടെ പ്രഭുവായ സുവാരിന്റെ മകൻ നെതനയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായിട്ട് 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സുവാരിന്റെ മകനായ നെതനയേലിന്റെ വഴിപാട്. 3-ാം ദിവസം സെബുലൂന്റെ മക്കളുടെ പ്രഭുവായ ഹേലോന്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി തളിക,
70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായിട്ട് 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹെലോന്റെ മകൻ എലിയാബിന്റെ വഴിപാട്. അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് വഴിപാട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4-ാം ദിവസം രൂപേന്റെ മക്കളുടെ പ്രഭുവായ ശതയേരുവിൻ്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ശതയേരുവിൻ്റെ മകൻ എലീസൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ശിമിയോന്റെ മക്കളുടെ പ്രഭുവായ സുരിഷദായുടെ മകൻ ശുരൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ഉപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻ കലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായിട്ട് 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സുരിഷദായിയുടെ മകൻ ശുരൂമിയേലിൻ്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിൻ്റെ മക്കളുടെ പ്രഭുവായ ദൈവേലിൻ്റെ മകൻ എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായ ഒരു 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് തെയ്യൂലിൻ്റെ മകൻ എലിയാസാഫിൻ്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രൈമിൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മിഹൂദിൻ്റെ മകൻ എലീഷാമ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായ 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മിഹൂദിൻ്റെ മകൻ എലീഷാമായുടെ വഴിപാട്. 8-ാം ദിവസം മനശ്ശയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായ 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിൻ്റെ മകൻ ഗമലിയേലിൻ്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമിൻ്റെ മക്കളുടെ പ്രഭുവായ ഗിദെയോനിയുടെ മകൻ അബിദാൻ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായ 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബിദാൻ്റെ വഴിപാട്. 10-ാം ദിവസം ദാൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മിഷദായുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 20 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായ 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ,
1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമീഷദായിയുടെ മകൻ അഹിയേസറിൻ്റെ വഴിപാട്. 11-ാം ദിവസം ആശേരിൻ്റെ മക്കളുടെ പ്രഭുവായ ഓക്രാൻ്റെ മകൻ പഗിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാചകത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാൻ്റെ മകനായ പഗിയേലിൻ്റെ വഴിപാട്. 12-ാം ദിവസം അബ്താലിയുടെ മക്കളായ പ്രഭുവായ ഏനാൻ്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാവയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായിട്ട് 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാൻ്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12, വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ശേക്കൽ, കിണ്ണം 1 70 ശേക്കൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങളാകെ വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം 2400 ശേക്കൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്നും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ശേക്കൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശേക്കൽ. ഹോമയാഗത്തിനുള്ള 4 കാലികളെല്ലാം കൂടി: കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 12, അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായ കൊലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായ 4 കാലികൾ എല്ലാം കൂടി: കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇത് തന്നെ. മോശെ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപട്ടത്തിനുമുള്ള കൃപാസനത്തിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. നമ്മൾ വായിച്ച് കേട്ടല്ലോ. ഓരോരുത്തരും അവരുടെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ തന്നെ ദിവസത്തിൽ അർപ്പിച്ചതായ കാര്യങ്ങളെ വിവരണമായിരുന്നു. പിശുക്ക് കാണിക്കാതെ അവർ ദൈവത്തിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ്, അല്ലേ? നാം പലപ്പോഴും ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വളരെ ചെറിയ പിശുക്ക് കാണിക്കും. നമുക്ക് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. അത് എത്ര കിട്ടിയാലും നമുക്ക് പോരാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യും പോക്കറ്റൊക്കെ ഞങ്ങൾ ശോഷിച്ചു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ നമ്മളെ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഓഹരി നമ്മൾ പിടിച്ചു വയ്ക്കാതെ അവൾ നന്നായി കൊടുക്കുവാനെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നന്മ കിട്ടിയത് പോരാന്ന് തോന്നാറുണ്ട്. ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ കിട്ടിയത് പോരാന്ന് തോന്നാറുണ്ട്. നമ്മൾ പ്രാപിച്ച നന്മയ്ക്കും അനുഗ്രഹത്തിനും അനുസൃതമായിട്ട് നമുക്ക് എന്ത് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഇനി ആ കാര്യത്തിൽ നമ്മൾ കടക്കാരാണോ എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഈ പാഠം പഠിക്കുമല്ലേ. അപ്പോൾ ദൈവത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും പരാതി പറയാറുണ്ട്. കിട്ടിയത് മതിയായ നേരം പറയാറില്ല, അല്ലേ? എത്ര കിട്ടിയാലും പോരാന്നല്ലാതെ മതിയായ നേരം പറയാറില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് കർത്താവിന് ദൈവം കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്, അങ്ങോട്ടൊന്ന് കൊടുക്കാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്കായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? സ്വന്തമായി ചിന്തിച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ദിവസം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ തീരുമാനത്തോടെ ഒരു നാൾ കർത്താവിനെ സേവിപ്പാനായിട്ട് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന ശിക്ഷണായ സ്തോത്രം ചെയ്യുന്നു. ഈ ചിലരെ ശുശ്രൂഷകൾ പരമേൽപ്പിക്കുകയും അവർ ആ നിലകളിൽ മുന്നോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ ചില കാര്യം സമർപ്പിക്കുന്നുണ്ടായിരുന്നു പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച കർത്താവിന് വേണ്ടി, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവിന് വേണ്ടി, ഞങ്ങളുടെ നാമോഹത്തിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യവ്യാപ്തിക്കായിട്ട് ലഭിച്ച നന്മയുടെ ഒരു ഓഹരി
ചിലവഴിപ്പാട് കൃപ നൽകപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാപ്തിക്ക് മീതെ കൊടുക്കുന്ന ആളുകളുണ്ട്, കണക്കുകൾക്ക് അപ്പുറമായി കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നാലേ അതേസമയം തന്നെ കർത്താവിനോട് കൊടുക്കുന്നതിൽ പിശു കാണിക്കുന്ന ആളുകളുണ്ടല്ലോ കർത്താവെ. എല്ലാവരും അനുഗ്രഹം പ്രാപിക്കത്തക്ക രീതിയിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നീ സേവിപ്പാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, മനസ്സിലുള്ള ചെലവഴിപ്പാനായിട്ട് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ തുടർന്ന് അനുഗ്രഹിക്കുമ്പോഴാകണം, തുടർന്ന് ദൈവം സംസാരിക്കുമ്പോഴാകണമേ. അടുത്ത സ്തോത്രം യേശുനാമം തന്നെ. ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷൻ പങ്കെടുത്തതിന് നന്ദി പറയുന്നത് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. തന്നെ ഒരു താമസാൽ അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കുന്ന പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.